ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്ക് നേരെ കല്ലേറ്. ഇടത് കണ്ണിന് പരുക്കേറ്റു. വിജയവാഡയിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് കല്ലേറുണ്ടായത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ജഗൻമോഹൻ റെഡ്ഡിയുടെ പരുക്ക് എത്രത്തോളം സാരമുള്ളതാണ്? ആരാണ് കല്ലെറിഞ്ഞതെന്ന് വ്യക്തമായിട്ടുണ്ടോ? പ്രവിധ വിജയവാഡയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായത്. അണികളെയും പ്രവർത്തകരെയും റാലിക്ക് അഭിവാദ്യം ചെയ്യുന്നതിനിടെയാണ് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഈ കല്ലേറുണ്ടായത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റെഡ്ഡിയുടെ നെറ്റിക്കും അതോടൊപ്പം തന്നെ ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് തന്നെ ഡോക്ടർമാർ പ്രാഥമികമായിട്ട് ചികിത്സ നൽകിയിട്ടുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് റാലി പൂർത്തിയാകുന്നതുവരെ ജഗൻമോഹൻ റെഡ്ഡി അവിടെ തുടർന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിക്ക് ഗുരുതരമല്ല. ഇതാരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് നിലവിൽ ഒരു വ്യക്തതയില്ല. എന്നാൽ പോലീസ് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവിടുത്തെ ഈ റാലി നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റാലിയിൽ പങ്കെടുത്ത വിജയവാഡ വെസ്റ്റ് MLA-ക്കും കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. നെറ്റിക്ക് തന്നെയാണ് വിജയവാഡ വെസ്റ്റ് MLA-ക്കും പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.